ബോസിനകത്ത് വീക്കെൻഡ് എപ്പിസോഡിന്റെ പ്രൊമോ 2, 3 എണ്ണം വന്നായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മുടെ ഷാനവാസിനെ വെച്ച് പൊരിക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിനകത്തുള്ള ആൾക്കാരുടെ അതിനകത്തിരിക്കുന്നവരുടെ ഒരു പ്രത്യേകത നമ്മുടെ ബിഗ് ബോസ് എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല. അദ്ദേഹം ബിഗ് ബോസ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവറ്റകൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. ഫുൾ അത് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി കൊടുക്കാറില്ല. ഒരു ബഹുമാനം കൊടുക്കാറില്ല. അതുപോലെ തന്നെ ഇന്നിപ്പോ ലാലേട്ടൻ വന്ന് എന്തോ പറയുന്ന സമയത്തുണ്ടല്ലേ, അവിടെ ബഹളം വെക്കുന്നുണ്ടല്ലേ. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് പോലും കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. അതിനിടെ അവിടെ അനുമോൾ പറയുന്നത് ഒന്നും പറയുന്നത് കേൾക്കാൻ വയ്യാന്ന് അനുമോൾ തന്നെ പറയുന്ന ഏതാണ് എന്ന് വെച്ചാൽ കിടന്ന് കലബല കലബലാന്നങ്ങ് വർത്തമാനം പറഞ്ഞിരിക്കും. ഒരു ബഹുമാനവും കൊടുക്കത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് കേൾക്കാനുള്ള മനസ്ഥിതിയും പൂർണ്ണമായിട്ട് അത് കേൾക്കത്തുമില്ല. അതുപോലെ തന്നെ ഷാനവാസിനെ നല്ലതായി വെച്ച് ഭരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കിനെ കുളവാക്കിയിട്ട് ഷാനവാസ് താൻ വിജയിച്ചു, താനാണ് നല്ലത് ചെയ്തത്, താനത് പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗെയിമിലടിച്ച് നടക്കുന്നുണ്ട്. എന്നാൽ ആ ടാസ്കിനെ ഗംഭീരമാക്കി മാറ്റിയിരുന്നെങ്കിലോ, അടിപൊളിയാക്കി മാറ്റിയിരുന്നെങ്കിലോ അതുപോലും ചെയ്തില്ല. ഈ പുള്ളിക്കാരനെ നമുക്കൊരു ഗെയിമിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ഈ പുള്ളിക്കാരൻ കുളമാക്കി കളയാൻ ഗെയിം. അതുകൊണ്ട് വിശ്വസിച്ച് ഒരു കാര്യം പുള്ളിക്കാരനെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. ഈ പുള്ളിക്കാരന്റെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരൻ പറയുന്നത് തന്നെയാണ് ശരി. ഈ പുള്ളിക്കാരൻ പറയുന്നതിന് വ്യതിചലിച്ച് ഈ പുള്ളിക്കാരൻ ചിന്തിക്കത്തുമില്ല. അതിനെ ഇത് പുള്ളിക്കാരനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അതിനെ ഇങ്ങനെ കറക്കി തിരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരുത്തി മാറ്റിയെടുക്കാൻ പുള്ളിക്കാരൻ ഭയങ്കര മിടുക്കനാ. ഇങ്ങനൊരു പ്രത്യേകതയും ഷാനവാസിനുണ്ട്. ഇതിനെല്ലാം കൂടെ ആയിരിക്കും ബിഗ് ബോസ് എന്ന് കെടുക്കുന്നത്.